ഹലോ മച്ചാമരെ, വെൽക്കം ബാക്ക്. സിനിമ അഡിക്റ്റഡ് ഡബ്ല്യു ഏവർക്കും സ്വാഗതം. അഭിനവ് സുന്ദർ നായക് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് നമ്മുടെ നെസ്രിൻ നായകനായിട്ട് വരുന്ന മോളിവുഡ് ടൈംസ് എന്ന മൂവിയിലെ വിശേഷങ്ങളാണ് പറയാൻ വന്നിരിക്കുന്നത്. സിനിമ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക്, അതായത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ആ സിനിമ ഫുള്ളായിട്ട് കണ്ടത്. എനിക്ക് നല്ലപോലെ അത് സിനിമ എന്തെങ്കിലും ആകാൻ ആഗ്രഹിച്ചിരുന്ന ഇതിൽ വ്യക്തി, അല്ലെങ്കിൽ സിനിമക്കുള്ളിൽ സിനിമ നമ്മളെ പല വേർഷനും സിനിമകൾ കണ്ടിട്ടുണ്ടാവും. സിനിമക്കുള്ളിൽ മറ്റൊരു സിനിമ നടക്കുന്ന രീതിയിലുള്ള. പക്ഷെ എന്നാൽ ഈ സിനിമയെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ ഇതൊരു വേറിട്ട ടൈപ്പ് ഒരു കഥ പശ്ചാത്തലം തന്നെ മൂവി. അതായത് നമ്മൾ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെ ആയിരിക്കില്ല ഓരോ സിനിമയുടെ എൻഡ് എന്ന് പറയുന്നത്. ഇതങ്ങനല്ല. അതിന് അതിന് മറ്റൊരു തലത്തില് മറ്റൊരു കാറ്റഗറി ഉണ്ടെന്ന് എടുത്ത് കാണിച്ചു തരുന്ന ടൈപ്പ് ഒരു വെറൈറ്റി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി. ഭയങ്കരമായിട്ട് വർക്കായി. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുമാതിരി സിനിമ എന്താണെന്ന് നമ്മൾ അറിഞ്ഞ സമയം തൊട്ട് തന്നെ ഇപ്പൊ ഒരു ഹൊറർ സിനിമ എടുക്കാൻ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രേതം ഉണ്ടാവുന്ന അതിനൊരു ബാക്ക് സ്റ്റോറി കൊടുത്തിട്ട് അതിന് പ്രതികാരം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന പാറ്റേണിൽ നമ്മൾ പല ടൈപ്പ് മൂവി, ആ ഹൊറർ പശ്ചാത്തലം മൂവി ഒരേ പാറ്റേണിൽ നിന്നാലും കഥയ്ക്ക് മാത്രം അവിടെ ഇവിടെ കുറച്ച് വ്യത്യാസം വരുത്തി നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു നായകന്റെ ഭാഗത്ത് മാത്രമല്ല നായകൻ, അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാകുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. നമ്മള് പടത്തിന്റെ എന്തൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കറിയാം നായകന്റെ സ്ഥാനത്ത് ഒരു വിജയം ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പൊ അവസാനത്തെ ആദ്യം തൊട്ടുള്ള ഒരു പടത്തിന്റെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നായകന്റെ സ്ഥാനത്ത് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരിക്കും ഈ സിനിമയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പൊ ഈ ഒരു സിനിമ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിപ്പെട്ട സിനിമയും നമ്മുടെ ഓഡിയൻസിന് വർക്കാകും എന്നുള്ള ഇച്ചിരി ഡാർക്ക് പരമായിട്ടുള്ള സിനിമയാണ് ഇത്. ഡാർക്കാണ് ഇച്ചിരി പിടി, പക്ഷെ എന്നാലും ഒരു കിടലായിട്ട് എനിക്ക് അത് പടത്തിന് മെയിനായിട്ട് പറഞ്ഞ പടത്തിന്റെ ഡയറക്ഷൻ, എഡിറ്റർ, ആക്ടർ, കമ്പോസ് ഇതൊക്കെ എല്ലാം കൂടി ചേർന്നിട്ടാണ് മൊത്തത്തിൽ ആ പടം തന്നെ കളറാക്കി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇതില് ഓരോരുത്തരെ മെയിനായിട്ട് ഒരാളും കൂടി എടുത്തു പറയേണ്ട കാര്യത്തിൽ നെസ്ലിൻ മോനെ നിങ്ങൾ തകർത്ത്. സത്യം പറയണേ, നെസ്ലിനെ കുറിച്ച് എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഒരേ സെയിം മാനറിസം വെച്ച് പല സിനിമയിലും, അല്ലെങ്കിൽ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം സെയിം ഒരു പാറ്റേൺ ഉണ്ട്. നെസ്ലിന്റെ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈല് വെച്ചാണ് നെസ്ലിൻ ഇത്ര നാളെ ഞാൻ എല്ലാ സിനിമയും നെസ്ലിന്റെ കാണുന്നതാണ്. നെസ്ലിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്, ഓക്കെയാണ് നടന നിലയില്. പക്ഷെ ആളെ ഒരു സെയിം പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കീപ്പ് ചെയ്ത് തന്നെയാണ് മിക്ക സിനിമ ചെയ്യുന്നത്. പക്ഷെ എല്ലാം നെസ്ലിനെ കുറിച്ച് എനിക്ക് എന്താണ് ആ ഒരു കാഴ്ചപ്പാടാണ് അതെല്ലാം തേച്ചു മാറ്റി കളഞ്ഞെന്ന് പറഞ്ഞാൽ കിട്ടില്ലാട്ടോ. നീ പാടാൻ പോവാ, നീക്ക് ഇന്നൊക്കെ കൊപ്പ് കാണിച്ചാലും പുല്ലാടാന്ന് മറ്റേ ആ ഒരു ടൈപ്പ് ഒരു കാറ്റഗറിപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് നെസ്ലിൻ ചെയ്യുന്നത്. നീയൊക്കെ എന്നെ എത്രയൊക്കെ അടിച്ചു താത്താൻ ശ്രമിച്ചാലും നീ അതിന്റെ അപ്പുറത്ത് ഞാൻ പൊങ്ങി വരുടാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ രീതിയില അത് പുളിയാണ്. ഇത് ആ ഡയലോഗ് പ്രസന്റ് രീതിയാണെങ്കിൽ നമ്മള് ഒരു സിനിമ അല്ലെങ്കിൽ എന്റർടൈനർ സിനിമ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമക്കുള്ളിൽ സിനിമ, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന ഒരാളാണെങ്കിൽ നല്ലപോലെ വർക്കായിട്ട്, അത് അല്ലാത്ത വ്യക്തികൾക്കും വർക്കായിരുന്നല്ല കേട്ടോ. എനിക്ക് ആ സിനിമേനെ നമ്മൾ ഒറ്റയ്ക്ക് അത്രക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും സിനിമക്കുള്ളിൽ മറ്റൊരു സിനിമയായിട്ട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആകാനായിട്ട്, അല്ലെങ്കിൽ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവുന്നില്ല ഒരു ഡയറക്ടർ ആകാനായിട്ട് ശ്രമിക്കുന്നത് വ്യക്തിയുടെ കഥയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെ അത് മാത്രം പ്രതീക്ഷിച്ച് പോകുമ്പോ അതിനെക്കാട്ട് ഇരട്ടി സന്തോഷം നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെനിക്ക് എന്താ പറഞ്ഞ സ്പോയിലർ ആയപ്പോ അത് ഞാൻ അങ്ങനത്തെ ആ ഒരു ഇതില് തന്നെ നിങ്ങൾ പോയി കണ്ടു നോക്കുക. അതിലിപ്പോ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അഭിനവ് സുന്ദർ നായക് ഡയറക്ടിങ്, പിന്നെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഭിനവ് സുന്ദർ നായകും രാമു സുനിൽ രണ്ടുപേരും കൂടിയാണ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. കിഡിലൻ സ്ക്രിപ്റ്റ്. നമ്മളിപ്പം നോർമലി വന്ന ഒരു, അല്ലെങ്കിൽ കഥ ഒരു സിനിമക്കുള്ളിൽ സിനിമ പശ്ചാത്തലം വന്ന മൂവീസ് ഒക്കെ ആണെങ്കിൽ ഡയറക്ഷൻ ആണ് മെയിനായിട്ട് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഡയറക്ടർ ആവുക എന്നുള്ള സിനിമ ചെയ്യുക, അത് വിജയിക്കുക എന്നുള്ള ടൈപ്പ് അല്ല. ആ ഒരു ജേണറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അങ്ങനെ ആ ഒരു സിനിമയുടെ റൈറ്റിംഗ് സ്കില്ല്
ഒരു രക്ഷയില്ലാത്ത രീതി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന് മെയിൻ പങ്കുവെച്ച് ഇവർ രണ്ടുപേരുമാണ്. രാമു സുനിലും അഭിനവ് സുന്ദർ നായക് ഇവർ രണ്ടുപേരും കൂടിയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാസ്റ്റ് ഷറഫുദ്ദീൻ പൊളിച്ച്. ഷറഫുദ്ദീൻന്റെ പുണ്യ എന്താണ് ആ ഒരു ക്യാരക്ടർ, അത് പറഞ്ഞ ഒരു വെറുപ്പീര് ക്യാരക്ടറുമാണ്. പക്ഷെ വില്ലൻ ആണെന്ന് വെച്ചാൽ വില്ലൻ ടൈപ്പ് ഒരു ജേണറാണ് പുള്ളി പ്രസന്റ് ചെയ്യുന്ന ക്യാരക്ടർ. എന്നാൽ അത് എങ്ങനെയാണ് ഇത് ചിലക്ക് നമുക്ക് കയ്യിൽ എന്ത് മനുഷ്യരെന്നൊക്കെ തോന്നും. കുറച്ച് നമുക്ക് വിറയും ഒരൊറ്റടി കൊടുത്തല്ല, കുറച്ച് നമുക്ക് ഈ പാവം മനുഷ്യരല്ലേ അങ്ങനെ ഉണ്ട്. ആ ടൈപ്പിലൊരു പ്രസന്റേഷൻ രീതിയാണ് ഷറഫിനിക്ക ചെയ്തിരിക്കുന്നത്. കിടിലായിട്ടായിരുന്നു നെസ്ലി. എന്റെ അമ്മോ ഇതൊന്നും പറയാനില്ല. കിടിലൻ. ഇത്രയും കിടിലായിട്ട് പ്രസന്റ് ചെയ്ത ഒരു മൂവി നെസ്ലിന്റെ ഉണ്ടാന്ന് എനിക്കറിയാൻ പറ്റില്ല. അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ രീതിയിൽ നെസ്ലിനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നെസ്ലിന്റെ ഒരു കട്ട ഫാൻ ബോയ് ആക്കി കളഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് നെസ്ലിനെ കുറിച്ചുള്ള എന്റെ ഒരു ഇതുണ്ടാകും ഇമേജ് ഞാനൊരു ക്രിയേറ്റ് ചെയ്ത എന്റെ ഒരു കാഴ്ചപ്പാടാണ് നെസ്ലിനെ കുറിച്ച്. ആ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ തേച്ച് മാറ്റി കളഞ്ഞെന്ന് പറയാം. അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായത് കൊണ്ടാണ് കേട്ടാ. പിന്നെ രാജേഷ് മാധവ് നമ്മുടെ ഏതാണ് അദ്ദേഹത്തിന്റെ ഒരു മൂവി പറയാന്ന് പറഞ്ഞാൽ മിന്നരുമുള്ളിക്കകത്ത് നമ്മുടെ KS അന്വേഷിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അറിയാമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. അദ്ദേഹം നല്ലപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ള ഒരു ഇൻഫ്ലുവൻസർ, അതായത് സിനിമ റിവ്യൂവർ പോലെ ഒരാളായിട്ടാണ് അതിൻ്റെ അത് വരുന്നത്. നല്ലപോലെ എഴുതിയിട്ടുണ്ട്. സംഗീത് നമ്മുടെ നെസ്ലിന്റെ കൂടെ തന്നെ പ്രേമലു സിനിമയ്ക്ക് അത് ഒപ്പുണ്ടെന്ന സംഗീത് പുള്ളി ഓപ്പോസിറ്റ് ക്യാരക്ടർ നെസ്ലിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് സംഗീത്. കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അൽത്താഫ് നമ്മുടെ നെസിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളാണ്. കിടിലായിട്ട് തന്നെ അത് അൽത്താഫും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ബൈ ആഷിഖ് ഉസ്മാൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജേസ് ജോയ് കമ്പോസ്. എന്റെ പൊന്നെ പുളി കമ്പോസിങ്. ഞാൻ സത്യം പറഞ്ഞ് എനിക്ക് അറിയാൻ മേല ഇങ്ങനാണെന്ന് അറിയാൻ മേല, സിനിമയുടെ ഡയറക്ടർ ആരാണെന്ന് അറിയാൻ മേല. ട്രെയിലർ ടീച്ചർ മാത്രമേ കണ്ടെന്നുള്ളൂ. അത് ചുവന്നര കണ്ടാന്ന് ഞാൻ ഓർക്കണ പോലില്ല. അവിടെ ഇവിടെ കുറച്ച് തൊടാതെ കണ്ട്. നോർമലി വന്നൊരു പടമല്ലേ, നോർമലി സിനിമ കഥാപാത്രങ്ങളും കഥ പശ്ചാത്തലം തന്നെ ഒരു മൂവിയല്ലേ. നമ്മൾ ആ ഒരു കാറ്റഗറി മൂവി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും വെച്ചില്ല. അതുകൊണ്ട് ഞാനൊന്നും ഇതിനെപ്പറ്റി തിരക്കാനും പോയില്ല. അപ്പൊ ആരെ ആക്ടർ ആരാന്ന് പറഞ്ഞായിരുന്നു. ഡയറക്ടർ മ്യൂസിക് ഡയറക്ടറാണെന്ന് തിരക്കില്ല. അപ്പൊ ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനൊക്കെ നോക്കണത് തന്നെ. അപ്പോഴാണ് ഗസ്റ്റ് കിട്ടു ഇത് ഇങ്ങനെ എന്താണ് ഓരോ സിനിമ കഴിയുന്തോറും അങ്ങേരുടെ റേഞ്ച് എന്നിട്ട് പൊക്കി അങ്ങ് അന്തം വരെ. അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമയിലെ മ്യൂസിക് ഡയറക്ടറുടെ ഒരു ലാൻഡ്മാർക്ക് എന്ന രീതിയിൽ വരെ ആക്കിക്കളഞ്ഞ വ്യക്തിയാണ് ട്വിറ്ററിലായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി വിശ്വജിത്താണ് സിനിമാറ്റോഗ്രഫി. എഡിറ്റർ ബൈ സിനിമാറ്റോഗ്രഫിനെ പറ്റി പറഞ്ഞില്ല, സോറി. സിനിമാറ്റോഗ്രഫി കിടിലായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. അത് ഒരു ഫ്രെയിമും ഓരോ വിഷ്വലും കിടിലായിട്ട് തന്നെയാണ് സിനിമാറ്റോഗ്രഫി ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ എഡിറ്റർ നിതിൻ രാജ് അരുൺ. അഭിനവ് സുന്ദർ നായക് എഡിറ്റിംഗിന്റെ മേഖലയിലും പുള്ളി കൈവച്ചിട്ടുണ്ട്. അതായത് ഡയറക്ടർ കൈവച്ചിട്ടുണ്ട്. നിതിൻ രാജ് അരുളാണ് മറ്റൊരാളെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു കിടിലൻ മൂവി. നമ്മള് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഉണ്ടായ അനുഭവം നമ്മുടെ ലൈഫിൽ എന്താന്ന് വെച്ചാൽ ഈ പല ടൈപ്പ് കാറ്റഗറിപ്പെട്ട വ്യക്തികളാണെങ്കിലും പല ടൈപ്പ് പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ മറികടന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മളൊന്നും വെക്കാണ്ട് എല്ലാത്തിനും എതിർത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി പോരാടണം എന്നുള്ള മൈൻഡ് വരികയും പിന്നെ അതിനുവേണ്ടി നമ്മൾ ശ്രമമൊക്കെ നടക്കും. പക്ഷെ നമുക്ക് പല ടൈപ്പ് തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മള് ചിന്തിക്കുന്ന പക്കയായിട്ട് ഇന്ന ടൈമിന് നടക്കണമെന്നില്ല. ചിലപ്പോൾ ടൈം എടുക്കും പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പല തടസ്സങ്ങളും വന്നില്ല. ആ തടസ്സങ്ങളും ഒക്കെ നമ്മൾ എടുത്ത് കാണിച്ചു തരുന്ന ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ ഒരു വർത്താണ്. ഭയങ്കരമായിട്ട് വർക്കായി. നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത കണ്ട എല്ലാവരും. എന്റെ ഒപ്പം സിനിമ കയറി ഒറ്റൊരുത്തം പോലും നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല.
എല്ലാവരും അവസാനം പടം കഴിഞ്ഞപ്പോ ക്ലാപ്പ് അടിച്ചാണ് എല്ലാരും ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് വർക്ക് മൂവിയാണ്, എല്ലാരും പോയി കണ്ടുപിടിക്കുക. എനിക്ക് നല്ലപോലെ വർക്കായതുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നത്. എന്റെ പേഴ്സണായിട്ടുള്ള എന്റെ അഭിപ്രായം മാത്രമാണ് ഇത്, അതൊന്നും ഒരു എടുത്ത് പറയുന്നു. അപ്പൊ ഓക്കെ.